ഹലോ, രാവിലെ 4 മണി ഒറ്റ മൈൻഡ് നേരെ വണ്ടി എടുത്തിട്ട് സൗദി ബോർഡറിലേക്ക്. സൗദി പാസ് ചെയ്ത് ബഹ്റൈനിലെത്തുകയാണ് ടാർഗറ്റ്. ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരണം. അങ്ങനെ ഖത്തറിൻ്റെ പെട്രോൾ സ്റ്റേഷനിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒരു കോഫിയൊക്കെ മേടിച്ച് പെട്രോളൊക്കെ അടിച്ചു. നേരെ സൗദി എമിഗ്രേഷനിലേക്ക് പോയി. എത്ര എമിഗ്രേഷൻ കഴിഞ്ഞ് സൗദി എത്തി. അവിടെ നിന്ന് ഫിംഗറൊക്കെ കൊടുത്ത് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ സൗദിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ സൗദി എൻട്രി ചെയ്തു. നല്ല അടിപൊളി ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഫുൾ അറബിയിലാണ് പേരൊക്കെ. ചായപ്പിടി നോക്കിയിട്ട് ചായപ്പിടി മാത്രം കാണുന്നില്ല. മദ്യവും ലോണ്ടറികൾ മാത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് മിക്കവാറും. പിന്നെ നല്ലൊരു ബീച്ച് ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. ഖത്തറിന്ന് എൻട്രി ചെയ്ത അവിടെ അടിപൊളി ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ മണലാരണ്യങ്ങളിലൂടെ ഞാൻ അങ്ങ് മുന്നോട്ട് നീങ്ങി. വലിയ നല്ല റോഡൊന്നുമല്ല, ഒരു ആവറേജ് റോഡ്. ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല. ഈ റോഡ് തന്നെയാണ് നേരെ പോകേണ്ടത്. എത്ര കിലോമീറ്റർ? 5 കിലോമീറ്ററോളം. അങ്ങനെ 5 മണിക്കൂർ. ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഒട്ടകം മരിച്ചു കിടക്കുന്നത് കണ്ടിരുന്നു. പിന്നെ വണ്ടി എടുത്ത് നല്ല സോളോ ഡ്രൈവ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ നല്ല വൈബായിരുന്നു. പിന്നെ അവിടെ വേറൊരു ബീച്ചിലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഒന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അറബികളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഡ്രസ്സൊക്കെ മാറ്റി വെക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കടൽ തീരത്ത് ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ കുറച്ച് വീഡിയോസെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചായപാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ചായ വെക്കാനൊക്കെ നോക്കി. 3 മേടിച്ച സ്റ്റൗ ആയതുകൊണ്ട് അതിൻ്റെ ഗ്യാസ് ഇങ്ങനെ കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് ചായ ഉണ്ടാക്കുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു. പിന്നെ നേരെ വീണ്ടും ഡ്രൈവ് ചെയ്തു. ഇതാണ് ബഹ്റൈൻ പാലം. അങ്ങനെ ബഹ്റൈൻ പാലം എത്തി. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ തന്നെ എടുത്തു. പിന്നെ നേരെ പാലത്തുമ്മിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ പാലമാണ് ബഹ്റൈൻ്റെ പാലം എന്ന് പറയും. അങ്ങനെ ബഹ്റൈനിൽ എനിക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടാ. മനാമ എന്ന് പണ്ടേ പറയുന്നത് കേൾക്കാം. അങ്ങനെ മനാമയിൽ പോയി. നാട്ടുകാരൊക്കെ ഉണ്ട്. ചെറിയ വേറൊരു വടകരയാന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ അവിടെ പോയി ബഹ്റൈനിൽ എൻട്രി ചെയ്തു. അവിടെ പോയി ഒരു ഉച്ച ജുമാൻ്റെ സമയത്ത് അവിടെ നിന്ന് ജുമായൊക്കെ നിസ്കരിച്ച് റോഡ് സൈഡ് പണ്ടത്തെ ഷാറ കർബ, അതാണ് ഈ മനാമ എന്ന് പറയുന്ന ടൗൺ. മലയാളികളാണ് കണ്ടതൊക്കെ. അവിടെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ചു. അതും കഴിച്ച് അവിടെ കുറച്ച് നേരം നിന്ന്. ഇന്നിവിടെ നിന്ന് വീഡിയോസെല്ലാം എടുത്തിട്ട് നാളെ സൗദി ഫൂഫൊക്കെ കവർ ചെയ്ത് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേങ്കിൽ ഭയങ്കര ചൂടൊക്കെ, എനിക്ക് ഒരു പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് മതി തിരിച്ചു പോകും. അങ്ങനെ അൽബൈക്കിൽ വന്ന് ഫുഡൊക്കെ മേടിച്ചു. കുറച്ച് സാധനങ്ങൾ ഷംഷാദിനും നഫ്സിനും പിന്നെ ബ്രദേഴ്സിനൊക്കെ മേടിച്ചു. എൻ്റെ മക്കൾക്കൊക്കെ മേടിച്ചു. വീട്ടിലെത്തി അതൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ചു. പിന്നെ വണ്ടി ഇതാ നമ്മളെ മെഷീൻ പൊളിയാണ്. അതിങ്ങനെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തു.